പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ്. എന്താണ് പിശാചിൻ്റെ പ്രവൃത്തി? തിരുവെഴുത്ത് പിശാചിനെ കള്ളൻ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. കള്ളൻ വരുന്നത് അറുക്കുവാനും മോഷ്ടിക്കുവാനും മുടിക്കുവാനുമാണ്. തകർക്കുക, നശിപ്പിക്കുക, കുടുംബജീവിതത്തെ തകർക്കുക, മനുഷ്യനെ തകർക്കുക, ഏറ്റവും വിലപിടിപ്പുള്ള അവൻ്റെ ജീവനെ കവർ ചെയ്യുക. അതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി. ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കുക. കുടുംബത്തിൽ സമാധാനമുണ്ടാക്കാൻ ദൈവം ശ്രമിക്കുമ്പോൾ, നാം എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം എടുത്തു കളയാനും സമാധാനം എടുത്തു കളയാനും തകർക്കാനൊക്കെയാണ് പിശാച് ശ്രമിക്കുന്നത്. പിശാചിൻ്റെ പ്രവൃത്തി അതാ, കുടുംബത്തെ തകർക്കുക. കുടുംബജീവിതം ദൈവം സ്ഥാപിച്ചതാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ഇനി അവർ രണ്ടല്ല, അവരൊന്നത്രേ എന്ന് പറഞ്ഞ് ദൈവം രണ്ട് വ്യക്തികൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരു കുടുംബത്തെ ദൈവം സ്ഥാപിക്കുമ്പോൾ ആ കുടുംബത്തിനൊരു വർധനവ് ദൈവം കാണുന്നുണ്ട്. ആ കുടുംബത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പിശാച് കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്. ചെറിയ ചെറിയ കാരണങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. കുടുംബങ്ങളുടെ അകത്ത് വർധനവുണ്ടാകാതിരിക്കുവാൻ, തലമുറകൾ ഉണ്ടാകാതിരിക്കുവാൻ പിശാച് അവർ ബന്ധിക്കുകയാണ്. മദ്യം കൊണ്ട് വ്യക്തികളെ, കുടുംബങ്ങളെ പിശാച് തകർക്കുകയാണ്. മയക്കുമരുന്നിനാൽ തലമുറകളെ അവൻ തകർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ പ്രവൃത്തികൾ ദൈവം സൃഷ്ടിച്ചതിനെ പാഴാക്കി കളയുക, ശൂന്യമാക്കി കളയുക, കുടുംബങ്ങളെ തകർക്കുക, സമൂഹത്തെ തകർക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിക്കുവാനാണ്. എങ്ങനെയാണ് യേശു പ്രവർത്തിക്കുന്നത്? യേശു പ്രവർത്തിക്കുന്നത് വചനം കൊണ്ടാണ്. നമുക്കറിയാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിപ്പ് നടത്തുകയാണ്. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അവൻ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെയാണ് സകലതും ഉളവായത്. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് തൻ്റെ വചനം കൊണ്ടാണ്, വാക്കുകൊണ്ടാണ്. അത് മതി ദൈവത്തിന്. ഭൂമി ഉണ്ടാക്കാൻ അത് മതി. ഈ ഭൂമിയിൽ അതത് തരം വിത്തുള്ള സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ എന്ന് ദൈവം പറഞ്ഞ മാത്രയിൽ തന്നെ അതൊക്കെ ഉരുവായി. ഭൂചര ജന്തുക്കൾ ഉണ്ടാകട്ടെ, മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, തൻ്റെ വചനം കൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇന്ന് പകലും തകർന്നു കിടക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതത്തെ ദൈവം പണിയുന്നത് വചനം കൊണ്ടാണ്. പിശാച് തകർത്ത് കളഞ്ഞ നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ തലമുറകളെ ദൈവം പണിയാൻ പോകുന്നത് വചനം കൊണ്ടാണ്. എങ്ങനെയാണ് ആ വചനത്തിൻ്റെ പ്രവൃത്തി? തിരുവെടുത്ത് പറയുന്ന യേശു വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാണ്. എങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത്? ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഏറ്റെടുത്താൽ മതി. നിങ്ങൾ ആമേൻ പറഞ്ഞാൽ മതി. നിങ്ങൾ ആ വചനത്തെ വിശ്വസിച്ചാൽ മതി. പ്രവൃത്തി തുടങ്ങുകയാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കാണും, കുടുംബത്തിൽ കാണും. യഹോവ വീട് പണിയുന്നവനാണ്, കുടുംബങ്ങളെ പണിയുന്നവനാണ്, വ്യക്തികളെ പണിയുന്നവനാണ്, സമൂഹത്തെ പണിയുന്നവനാണ് എന്നുള്ള തിരുവചനമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ പറയണം, വിശ്വാസത്താൽ പറയണം, ദൈവം എൻ്റെ കുടുംബത്തെ പണിയും, എൻ്റെ തലമുറകളെ പണിയും, എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ഇങ്ങനെ തിരുവചനങ്ങൾ എന്തു പറയുന്നു അതങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ
അത് കേവലം ഒരു വാക്കായി ഒതുങ്ങുകയില്ല. അതിലപ്പുറമായ ദൈവശക്തിയുടെ വ്യാപാരം നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയുന്ന വചനത്തിൽ ചലിക്കും. പിശാച് നാള് ഇതുവരെ കെട്ടിപ്പൊക്കിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇടിഞ്ഞു വീഴും. ദൈവം നിങ്ങൾക്ക് പുതിയ ആരംഭങ്ങൾ നൽകും. ദൈവം നിങ്ങൾക്ക് അടിസ്ഥാനങ്ങൾ നൽകും. ഇന്ന് പിശാച് തകർത്തിട്ടിരിക്കുന്ന സകല മേഖലകളിലും ദൈവത്തിൻ്റെ പണി ദൈവം ആരംഭിക്കും. വിശ്വസിച്ചാൽ മതി. യേശുക്രിസ്തുവിന് സകലവും സാധ്യമാണ്. വിശ്വസിച്ചാൽ മതി. യേശുവിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. വചനത്തോട് പ്രതികരിക്കാം. യേശുവിനോട് പ്രാർത്ഥിക്കുക. യേശുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ വചനങ്ങൾ ഏറ്റെടുക്കുക. എത്ര തകർന്ന കുടുംബത്തെയും ദൈവം പണിയും. പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.